ഹേ ഗായ്സ്, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വൈകുന്നേരം എന്തൊക്കെ തിരക്കിലാണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. ഞാൻ എങ്ങനെയാണ്, ഞാൻ എവിടെ പോയിട്ട് വന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും എനിക്ക് എൻ്റെ വീടും പരിസരവും ഒക്കെ എനിക്ക് വൃത്തിയായിരിക്കണം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കായിരിക്കും, ഒരു സമാധാനം കിട്ടത്തില്ല. അതുപോലെ തന്നെ എടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീട്ടിലും വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പൂച്ചയോ പട്ടിയോ അങ്ങനെ ആരെങ്കിലും. എൻ്റെ വീട്ടിലുണ്ട്, ഒരു പൂച്ചയുണ്ട്, ഒരു പട്ടിയുണ്ട്. അവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോഴും കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. നമുക്ക് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും അവരോടൊന്ന് സംസാരിച്ച് അവരുടെ കളിയും ചിരിയൊക്കെ ഒന്ന് കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുറ്റമടിക്കാം. വൈകുന്നേരം ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ വീടും വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും അല്ലാതെയും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ റൂം, അടുക്കള, പിന്നെ വാതിക്കൽ, നമ്മുടെ സിറ്റ് ഔട്ട്, അതൊക്കെ എനിക്ക് ക്ലീൻ ആക്കണം. എനിക്കിങ്ങനെ വെറുതെ എല്ലാം വാരി വലിച്ചിട്ടേക്കണ കാണുമ്പോൾ ഇന്നത്തെ ദിവസം പോക്കായിരിക്കും. പണ്ടൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു. ഞാനെല്ലാം അമ്മ ഇങ്ങനെ ഒതുക്കി വെക്കണ സ്ഥലത്തൊക്കെ ഞാൻ ചെന്നിട്ട് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടും. അലമാരയിലാണെങ്കിലും ഇങ്ങനെ ഡ്രസ്സൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ഒതുക്കിയൊക്കെ വെക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ അവിടെ വലിച്ചു വാരി ഇടാറുണ്ട്. മടക്കി വെക്കണ ആ ശീലം എനിക്കില്ലായിരുന്നു. അടുക്കളയിലാണെങ്കിലും ഞാൻ ഓരോന്നൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടേച്ച് ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം കുറേ നാളായിട്ടല്ല, അന്ന് അമ്മ എന്നെ കുറേ പിച്ചിയിട്ടുണ്ട് ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇടുമ്പോൾ. അപ്പം അന്ന് മുതലാണ് ഞാനിങ്ങനത്തെ ഒരു ശീലം തുടങ്ങിയത്. എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാലാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും ഞാൻ എൻ്റെ റൂമും അടുക്കള, സിറ്റ് ഔട്ട് എല്ലാം ഞാൻ ക്ലീനാക്കി സൂക്ഷിക്കും. അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കായിരിക്കും. എനിക്കതിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെങ്ങനെയുള്ളവരാണ്? നിങ്ങൾക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും അല്ലാതെ എവിടെയെങ്കിലും പോയി വരുമ്പോഴാണെങ്കിലും അടുക്കി പെറുക്കി വെക്കാൻ ഇഷ്ടമുള്ളവരാണോ? എനിക്ക് കമൻറ്റ് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ ചായ വീണ്ടും കുടിക്കാൻ തുടങ്ങി കേട്ടോ. നേരത്തെ ചായ കുടിക്കത്തില്ലായിരുന്നു. കോളേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് റെഡിയായി പോവുകയും ചെയ്തിരുന്നത്. അന്നേരം ചായയൊന്നും കുടിക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. ബസ് വിട്ടുപോയാൽ പിന്നെ ആ ബസ്സിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ബസ്സിലേ കയറുള്ളായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ ടൈം പോയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പലപ്പോഴും ചായ കുടിക്കാണ്ടായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ചായ കൂടി പിന്നെയും തുടങ്ങി. അപ്പോൾ ചായ കുടിക്കാം. ചായയുടെ കൂടെ എനിക്ക് എന്തെങ്കിലും കടി നിർബന്ധം. ചിപ്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് വേണം ചായയുടെ കൂടെ. അപ്പം ഇന്ന് ചായയുടെ കൂടെ കേക്കായിരുന്നെന്ന് തോന്നുന്നു. കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ട് മുതൽ എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കറിയൊന്നും വെക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. കറി വെക്കാൻ എനിക്കിപ്പോഴും അങ്ങനെ അറിയത്തില്ല. യൂട്യൂബ് ഉള്ളത് കാരണം അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ എനിക്ക് ചായ ഉണ്ടാക്കാൻ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം. ചായക്കൊപ്പം എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടെങ്കിൽ സംഗതി പെർഫെക്റ്റ് ആയല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. എല്ലാവരും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്ത വട്ടം ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇതാണ് എൻ്റെ ക്യൂട്ട് മിക്കി, ഞങ്ങളുടെ വീട്ടിലെ പൂച്ച. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മിക്കിക്കുട്ടി എൻ്റെ മടിയിലേക്ക് കയറിയത്. ഈ മിക്കി എപ്പോഴും ഇങ്ങനെയാണ്. ഞാനെപ്പോൾ താഴത്തിരുന്നാലും അപ്പം എൻ്റെ മടിയിൽ വന്നിരിക്കും. ചില നേരത്തൊക്കെ ഞാൻ നടക്കുമ്പോൾ അത് ഓടി വന്ന് കാലിൽ പിടിക്കും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നഖം കൊള്ളുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം പേടിയില്ല. പിന്നെ എൻ്റെ നഖം കൊണ്ടിട്ടുമുണ്ട് കാലിട്ടൊക്കെ. ഇങ്ങനെ പൂച്ചകളെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച് മാറരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേടിച്ച് മാറിയപ്പോഴാണ് അതിൻ്റെ നഖം എൻ്റെ കാലിട്ടും കൈക്കിട്ടൊക്കെ കൊണ്ടത്. നമ്മൾ അവിടെ തന്നെ അനങ്ങാതെ നിന്നാൽ കുഴപ്പമില്ല. പക്ഷെ അതൊരു പേടിയായിരുന്നു. ഞാനത് കാരണം പെട്ടെന്ന് ഇങ്ങനെ കാല് മാറ്റിയപ്പോൾ അതിൻ്റെ നഖം എൻ്റെ കാലിൽ കൊണ്ട് കീറിയിട്ടുണ്ട്. ചോരയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൂച്ചനെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറരുത്. എനിക്ക് അങ്ങനത്തെ ഒരു അബദ്ധം കിട്ടിയതാണ്, അതുകൊണ്ട് പറഞ്ഞതാണേ. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ. ഈ ചെടികളൊക്കെ ഒന്ന് നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു ഫീലാണ്. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ
ഞാൻ എൻ്റെ സിംബയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാക്സിൻ എടുക്കാൻ പോയത്. ഇതാണ് എൻ്റെ വീട്ടിലെ കുസൃതിക്കുട്ടൻ സിംബ. സിംബ നല്ല എനർജിയാണ്, പക്ഷെ കുറേ നാളായിട്ട് അവന് ഒരു ഉഷാറില്ല, ആകെ മൂഡ് ഓഫ് ആ പുള്ളി. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ വീഡിയോ ആക്കുന്നത് എന്നെപ്പോലെ വീട്ടിലെ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്ന മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ.